നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം മൊത്തത്തിൽ നോക്കുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. US മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, അവധിയായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടി ട്രേഡ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റായ ഒരു ഓപ്പണിംഗ് ആണ്. കൂടാതെ തന്നെ നിഫ്റ്റി ഇപ്പോൾ 22,112 ഹൈ ക്രിയേറ്റ് ചെയ്തു. റിലയൻസിൻ്റെ ശക്തമായ പിന്തുണ, IT സെക്ടറിൻ്റെ തിരിച്ചുവരവ്, ഇനിയും റിസൾട്ട് കാലഘട്ടം, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. എങ്കിലും ഒരേ സമയം തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പുതിയതായിട്ടിപ്പോൾ ഉത്തര കൊറിയയിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ പേപ്പറുകളിൽ തന്നെ വായിച്ചു. ചെങ്കടലിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇസ്രായേലിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, കൂടാതെ തന്നെ ഉക്രൈനിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിൽ വേണം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പെട്ടെന്ന് വരികയാണെങ്കിൽ നിഫ്റ്റി ഇത്ര മുകളിലാണ് നിൽക്കുന്നത് കൊണ്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ആഘാതം കൂടും. ഇതിനർത്ഥം മാർക്കറ്റ് ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഫോൾ ചെയ്യുമെന്ന് ഒരു ഇൻഡിക്കേഷനും ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് കുറച്ച് അധികം പൊസിഷൻസ് എല്ലാം തന്നെ പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഹെഡ്ജ് ചെയ്തിട്ട് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഇത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് മറ്റുള്ള ഇന്നത്തെ പ്രധാന പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമുക്ക് SCS നിഫ്റ്റി നോക്കാം. SCS നിഫ്റ്റി യെസ്റ്റർഡേ ക്ലോസ് ക്ലോസ് എന്ന് കാണാം. ഇന്നലെ 3:30 നമ്മളുടെ മാർക്കറ്റിനോടൊപ്പം തന്നെ ക്ലോസ് ആയ SCS നിഫ്റ്റി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പൊതുവേ നല്ലൊരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയൊരു ബെയറിഷ് ക്യാൻഡിലെല്ലാം തന്നെ ഫോം ആയിട്ടുണ്ട് SCS നിഫ്റ്റിയിൽ. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2,050 പെർ ഔൺസ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിൽ. ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഏറ്റവും താഴെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 112 പോയിൻറ്റ് മൈനസിൽ. ബിറ്റ്കോയിൻ 412 പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടാക്കി 42,662 ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയുടെയാണ് നോക്കുന്നത്. 22,100 സ്പോട്ട്, 22,000 കാണാം. വലിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നു. 22,000 വലിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കൂടാതെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പുട്ട് റൈറ്റിങ്ങും ഉണ്ട്. 21,800, 21,700, 21,600 മേജർ സപ്പോർട്ട് സോൺ. റെസിസ്റ്റൻസ് സോൺ മേജറായിട്ട് 22,200, 22,500 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത്. ഫിൻനിഫ്റ്റിയുടെ നോക്കാം. ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ഇന്നാണ്. ഡോട്ടഡ് ലൈനാണ് സ്പോട്ട്. 21,450 ഇപ്പോൾ സ്പോട്ട്. പൊതുവേ കോൾ റൈറ്റിംഗ് ആണ് ചെറുതായിട്ടൊന്ന് കൂടി നിൽക്കുന്നത്. ആ റെഡ് ക്യാൻഡിലാണ് എണ്ണത്തിലും ഹൈറ്റിലും കൂടുതൽ കാണുന്നത്. 21,700 മേജർ റെസിസ്റ്റൻ്റ് സോണായിട്ട് വരുന്നത്. മേജർ സപ്പോർട്ട് സോണായിട്ട് 21,300-350 ആ റേഞ്ചാണ് മേജർ സപ്പോർട്ട്. കൂടാതെ തന്നെ 21,000 പൊതുവെ ഏറ്റവും സേഫായിട്ട് പൊതുവെ കാണപ്പെടുന്നത്. ഓപ്ഷൻ റൈറ്റേഴ്സ് സേഫായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് 21,000 കാരണം 21,000-ലാണ് ഏറ്റവും ലെങ്ത് ഉള്ള പുട്ട് റൈറ്റിംഗ് കാണുന്നത്. ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. ഇന്നലെ 66% അവരുടെ ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 34% അവരുടെ ഷോർട്ട് പൊസിഷൻ ഉള്ളത്. ലോങ് പൊസിഷൻ 63-ൽ നിന്നാണ് 66-ലേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. FISൻ്റെ ക്യാഷ് മാർക്കറ്റിൽ അവർ 4 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം 1,085 കോടി രൂപയ്ക്ക് ഇന്നലെ അവർ FIS വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 820 കോടി രൂപയ്ക്ക് സെല്ലാണ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഇന്ന് ബ്ലൂ ചിപ്പ് കമ്പനിയായിട്ടുള്ള HDFC ബാങ്കിൻ്റെ റിസൾട്ടാണ്. HDFC ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു കമ്പനിയാണ് HDFC ബാങ്ക്. അപ്പോൾ HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ICICI ലോംബാർഡ് എന്ന് പറയുന്ന
ഇൻഷുറൻസ് കമ്പനിയുടെ റിസൾട്ട്, L&T ടെക്നോളജി, ഫെഡറൽ ബാങ്കും ബാങ്ക് നിഫ്റ്റിയിൽ ഇടം പിടിച്ചിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഗാലന്റ് ഐസ്പാറ്റ്, ഗോവ കാർബൺ, ഹാത്വേ കേബിൾ, ഇമാതിരി സ്പെഷ്യാലിറ്റി, ICICI സെക്യൂരിറ്റി, ജിൻഡാൽസോ, ലോട്ടസ് ചോക്ലേറ്റ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇൻഫോ സിസ്റ്റം, നെറ്റ്വർക്ക് 18, ന്യൂജൻ സോഫ്റ്റ്വെയർ, TVT, ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്നുണ്ട്. മറ്റുള്ള റിസൾട്ടുകൾ കൂടാതെ തന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് എല്ലാ ഇൻഫർമേഷൻസും അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആൻഡ്രോയിഡ് ആപ്പും ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ഒരിക്കലും ഒരു പെയ്ഡ് ടെലഗ്രാം ചാനൽ നമുക്കില്ല. നമുക്ക് യാതൊരു ടെലഗ്രാം ചാനലും ഇല്ല. ആകെ ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനലാണ് ഉള്ളത്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ്. സെർച്ച് ചെയ്യുമ്പോൾ ഏത് പേരിലാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമ്മളുടെ പേരിന് സമാനമായിട്ട് ഒരുപാട് ആളുകൾ സ്പാം ടെലഗ്രാം ചാനൽ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. നമുക്കതിന് യാതൊരു കൺട്രോളും ഇല്ല. അതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, താല്പര്യമുള്ളവർ മാത്രം. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ ന്യൂസുകളിലേക്ക് പോകാം. ഇന്ന് ലൈം ലൈറ്റിൽ ഇന്ന് ആളുകൾ ചർച്ച ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ന്യൂസാണ് നമ്മൾ നോക്കുന്നത്. നാൽക്കോ ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി, ഇവരുടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായിട്ടുള്ള ക്യാബിൽ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി, ഇവർ അർജൻറ്റീനയിൽ ലിഥിയം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മൈനിങ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ആസ്റ്റർ അവരുടെ ഗൾഫിലുള്ള ബിസിനസ്സുകളെല്ലാം തന്നെ അവർ സെല്ല് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കൊടുത്തേക്കാം എന്നുള്ള ന്യൂസ് ഉണ്ട്. 110 രൂപ മുതൽ 120 രൂപ വരെയുള്ള ഡിവിഡൻഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏഞ്ചൽ വൺ ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കർ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 228 കോടി രൂപയിൽ നിന്ന് 260 കോടി രൂപയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ക്ലയൻറ്റ് ബേസും ഇവർക്ക് വർധനവ് രേഖപ്പെടുത്തി. കിഷോറാം ഇൻഡസ്ട്രീസ് കമ്പനി, ഇവർ നെറ്റ് ലോസിൽ തന്നെയാണ് കമ്പനി ഈ തവണയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റവന്യൂ 3% ഒരു കുറവ് കണ്ടു. കൂടാതെ തന്നെ 48 നിന്ന് 49 നെറ്റ് ലോസ് തന്നെ കമ്പനി റിപ്പോർട്ട് ചെയ്തു. സൊമാറ്റോ, മൊത്തിലാൽ ഒസ്വാൾ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനി സൊമാറ്റോയുടെ ഏകദേശം ഒരു 138 കോടി രൂപ പുറത്ത് വരുന്ന സ്റ്റോക്കുകൾ സെല്ല് ചെയ്തു. പക്ഷേ സെല്ല് വാങ്ങിച്ചിട്ടുള്ളത് മോർഗൻ സ്റ്റാൻലി പോലെയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സാണ്. BLS ഇൻ്റർനാഷണൽ കമ്പനി, ഇവർ ടർക്കി കേന്ദ്രമായിട്ടുള്ളൊരു കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. വിസ സർവീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് പുതിയൊരു സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടി. RVNLനും 151 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ശക്തി പമ്പ് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ. ജിയോ ഫിനാൻസ് കമ്പനി, കഴിഞ്ഞ തവണ 668 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 300 കോടി രൂപ. ചോയ്സ് ഇൻ്റർനാഷണൽ കമ്പനി 13 നിന്ന് 40 കോടി രൂപയിലേക്കായിട്ട് അദാമി ഉയർത്തിയിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, ബൈ ഓൾ.